പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുമായ സകല ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സങ്കീർത്തന പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 11-12 വാക്യങ്ങളാണ്. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. ചുരുക്കി പറഞ്ഞാൽ, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവർ, കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവഭയത്തോടെ ശുശ്രൂഷ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും വിടുതലും സൗഖ്യവും നിറയട്ടെ. ഒരു കുടുംബത്തിലെ അനുഭവം ശ്രദ്ധിക്കുക. എൻ്റെ പേര് മിനി, കൊച്ചിയിൽ നിന്നാണ് സാക്ഷ്യമിടുന്നത്. എൻ്റെ ഭർത്താവ് വർഷങ്ങളായി മദ്യത്തിൻ്റെ ബന്ധനത്തിൽ കിടന്ന് ഞെരുങ്ങുന്ന വ്യക്തിയാണ്. ഒരു കഷ്ണം മാംസം കഴിക്കണമെങ്കിൽ പോലും മദ്യപിച്ചാലേ കഴിക്കൂ എന്ന അവസ്ഥയിലായിരുന്നു.
ഒന്ന് ഉറങ്ങണമെങ്കിൽ പോലും മദ്യം ചെല്ലാതെ പറ്റുമായിരുന്നില്ല. മദ്യപിച്ചാലേ ഉറങ്ങൂ എന്ന അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ ടെലിവിഷനിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളും ആരാധനയുടെ സമയത്ത് മുട്ടിന്മേൽ നിന്ന് കുടുംബം ഒന്നിച്ച് ദൈവഭയത്തോടെ കരഞ്ഞ് നിലവിളിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് മദ്യം എന്നേക്കുമായി എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പരിണത ഫലമായി എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനശീലം പരിപൂർണമായും വിട്ടുപോയി. ഇപ്പോൾ 2 മാസമായി മദ്യപിക്കണമെന്ന് തോന്നുന്നേയില്ല. ഇതിനു മുമ്പ് മദ്യമില്ലാതെ ഒന്ന് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാതിരുന്ന എൻ്റെ ഭർത്താവ് ഇന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുകയും ദേവാലയത്തിൽ പോവുകയും ദൈവഭക്തിയോടെ ജീവിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മദ്യം എടുത്തു മാറ്റിയ കർത്താവിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. നോക്കുക, ഒരു താമസിച്ചുള്ള ധ്യാനത്തിന് പോയിട്ടല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സകൾക്ക് പോയിട്ടല്ല. ഒരു കുടുംബത്തിൽ വർഷങ്ങളായി മദ്യത്തിൻ്റെ ആധിപത്യത്തിൽ അമർന്നു കഴിഞ്ഞപ്പോൾ മദ്യമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മദ്യമില്ലാതെ ഉറങ്ങാൻ പറ്റില്ല, മദ്യമില്ലാതെ ഒരു കാര്യം കുടുംബത്തിൽ നടക്കില്ല. അങ്ങനത്തെ സ്ഥിതി വന്നപ്പോൾ കുടുംബാംഗങ്ങൾ കർത്താവിനോട് നിലവിളിച്ചു. കുടുംബനാഥൻ്റെ മദ്യപാനശീലം പരിപൂർണമായും കുടുംബത്തിൽ നിർവീര്യമായി. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ തിന്മയുടെ കോട്ടകൾ തകരട്ടെ. കർത്താവിൻ്റെ ശക്തിയാൽ മദ്യപാന പീഡകൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. മദ്യത്തിൻ്റെ കഠിന ബന്ധനത്തിൽ കിടക്കുന്ന ദൈവമക്കളെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മദ്യത്തിൻ്റെ എല്ലാ കെട്ടുകളിൽ നിന്നും വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ആത്മീയ നിരാശ വിട്ടുമാറി പോകട്ടെ. ആത്മീയ ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ. എതിർ ചിന്തകൾ നിർവീര്യമാകട്ടെ. മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ തകർന്നു പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളുടെ മേലും വ്യക്തികളുടെ മേലും വ്യാപരിക്കട്ടെ. വചനം കേൾക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവഭയത്തോടെ വ്യാപരിക്കാൻ എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് സ്പർശിച്ച് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന കാതുകളും അങ്ങയുടെ മക്കൾക്ക് പിതാവേ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മന്ദത വിട്ടുമാറി പോകട്ടെ. എതിർചിന്ത വിട്ടുമാറി പോകട്ടെ. അഹങ്കാരം വിട്ടുമാറി പോകട്ടെ. ധാർഷ്ട്യ സ്വഭാവം വിട്ടുമാറി പോകട്ടെ. പിണക്കവും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 11-12 തിരുലിഖിതങ്ങളിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ള ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സഭയിലും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ അവർ കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം, അവിടുത്തെ പരിശുദ്ധി വെളിപ്പെടുത്താൻ തക്ക വിധം അവിടുത്തെ ശുശ്രൂഷകളിൽ അവർ വ്യാപൃതരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതിന് സംഖ്യയുടെ പുസ്തകം ഒരു പഠന ഭാഗമായി എടുത്തുകൊണ്ട് ഈ വിഷയത്തെ നമുക്കൊന്ന് അപഗ്രഥിക്കാം. സംഖ്യയുടെ പുസ്തകത്തിൽ നാം കാണുന്ന 2 പ്രധാന നേതാക്കന്മാരാണ് മോശയും അഹറോനും. ദൈവം തൻ്റെ ജനത്തിൻ്റെ നേതൃത്വം കൈയേൽപ്പിച്ചു കൊടുത്ത 2 വ്യക്തികളാണ് മോശയും അഹറോനും. അവർ ജനത്തെ വർഷങ്ങളായി നയിച്ചു വരികയാണ്. ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ജനത്തെ നയിച്ചു വരികയാണ്. നിരവധി പ്രതികൂലങ്ങളുണ്ടായി. ആ പ്രതികൂലങ്ങളിലെല്ലാം അവർ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അവർ ശക്തമായി കർത്താവിൻ്റെ നാമത്തിൽ നിലകൊണ്ടു. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ജനം അതിശയകരമായി മുന്നോട്ട് നീങ്ങി. അങ്ങനെ വർഷങ്ങളുടെ അനുഭവങ്ങൾ, വർഷങ്ങളുടെ പരിചയം, വർഷങ്ങളുടെ അനുഭവം, വർഷങ്ങളുടെ തഴക്കം, അങ്ങനെ ജനത്തെ അവർ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കാദേശ് മരുഭൂമിയിൽ എത്തി. അതാണ് സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്നത്. സീൻ മരുഭൂമിയിൽ അവർ കാദേശിൽ എത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ ഒരു വലിയ പ്രശ്നമാണ് കുടിക്കാൻ വെള്ളമില്ല. ജനം മുഴുവൻ ഭയങ്കരമായി പ്രകോപനത്തിലായി. അപ്പോൾ മോശയും അഹറോനും പതിവ് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ച്, അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്തിനും നിലവിളിക്കണം, ഈ ജനത്തിന് വേണ്ടി പാറയിൽ അടിച്ച് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിന് കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ
മോശയും അഹറോനും വടിയെടുത്ത് പാറയിൽ അടിച്ച് വെള്ളം വരുത്തി ജനത്തിന് സമൃദ്ധമായി കുടിക്കാൻ കൊടുത്ത്. പ്രൈസ് ദ ലോർഡ്. പക്ഷേ ദൈവം അവിടെ ഇടപെട്ടു. ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം നിങ്ങൾ പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ വിശുദ്ധ നാട്ടിൽ പ്രവേശിക്കുകയില്ല. എൻ്റെ ജനത്തെ വിശുദ്ധ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളായിരിക്കുമെന്ന് പറഞ്ഞാണ് ഇവരെ ചുമതലപ്പെടുത്തിയത് ദൈവം. ഇതാ ആ മെരീബ ജലാശയത്തിങ്കൽ വെച്ച് ദൈവം മറ്റൊരു വാചകം ഉച്ചരിക്കുകയാണ്. നിങ്ങൾ കാനാൻ നാട്ടിൽ കാല് കുത്തുകയില്ല. എന്താ കാരണം? വിശുദ്ധ ലിഖിതത്തിൽ സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം, കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകുമ്പോൾ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയാൽ മതി എന്ന് ചിന്തിക്കരുത്. കർത്താവിൻ്റെ ജനം എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്. കർത്താവിൻ്റെ സമൂഹം എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കരുത്. കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടന്നാൽ മതി എന്ന് ചിന്തിക്കരുത്. കർത്താവിൻ്റെ പരിശുദ്ധി ജനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തക്ക വിധം കർത്താവ് തെരഞ്ഞെടുത്ത സമൂഹം പ്രവർത്തിക്കണം. കർത്താവ് തെരഞ്ഞെടുത്ത വ്യക്തികൾ പ്രവർത്തിക്കണം. കർത്താവ് തെരഞ്ഞെടുത്ത നേതാക്കന്മാർ പ്രവർത്തിക്കണം. കർത്താവ് തെരഞ്ഞെടുത്ത ജനം വ്യാപരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധി എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തക്ക വിധം നിങ്ങൾ വ്യാപരിക്കാതിരുന്നത് കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട നാട്ടിൽ എൻ്റെ ജനത്തെ എത്തിക്കും നിങ്ങളായിരിക്കുകയില്ല എന്ന് അഹറോനോടും മോശയോടും കർത്താവ് അരുളി ചെയ്ത്. പ്രൈസ് ദ ലോർഡ്. എന്താണ് അതിന് പിന്നിൽ നടന്ന സംഭവം? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതാ സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ. ദൈവം ഈ പാറയിൽ വടികൊണ്ട് അടിച്ച് വെള്ളം വരുത്തി ജനത്തിന് കുടിക്കാൻ കൊടുക്കുക എന്ന് കൽപ്പിച്ചപ്പോൾ ജനത്തെ മോശയും അഹറോനും പാറയുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ജനങ്ങൾ മുഴുവൻ, ലക്ഷക്കണക്കിന് ജനങ്ങളും ആടുമാട് ജനക്കൂട്ടം മുഴുവൻ പാറയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടി. അങ്ങനെ മോശയും അഹറോനും വടിയായിട്ട് പാറയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മോശ പറയുന്നത് ശ്രദ്ധിക്കുവിൻ, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ മടുത്ത് ശുശ്രൂഷ ചെയ്യരുത്, ഭാരത്തോടെ ശുശ്രൂഷ ചെയ്യരുത്, ഹൃദയ ഭാരത്തോടെ ശുശ്രൂഷ ചെയ്യരുത്. ഇതാ മോശയും അഹറോനും ഇവിടെ വർഷങ്ങളുടെ തഴക്കത്തിൽ നിന്ന് ഇപ്പോൾ ഈ ജനത്തോട് മടുപ്പോടെ അവർ ശുശ്രൂഷ ചെയ്യുകയാണ്. ശുശ്രൂഷ സ്വീകരിക്കുന്ന ജനത്തോടുള്ള മടുപ്പോടെ അവർ ശുശ്രൂഷ ചെയ്യുകയാണ്. ശുശ്രൂഷ അവർ ലാഘവബുദ്ധിയോടെ കാണുകയാണ്. ശുശ്രൂഷ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ഭയഭക്തിയോടെ അല്ല അവർ വ്യാപരിച്ചത്. വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. മോശയും അഹറോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നത്? ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ മാർഗമധ്യേ പകുതി വഴിക്ക് വെച്ച് നിങ്ങൾ നശിക്കുകയും ചെയ്യും. ഇതാ മോശയും അഹറോനും പകുതി വഴിക്ക് വെച്ച് പ്രതികൂലത്തിലകപ്പെട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു രംഗം നമുക്ക് ബൈബിളിൽ നിന്ന് ശ്രദ്ധിക്കാം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിലാണ് രംഗം കാണുന്നത്. വിശുദ്ധനും ദൈവകൃപയിൽ വളർന്നു വരുന്നതിനുമായ ബാലനായ സാമുവേൽ ഏലി പുരോഹിതൻ്റെ കൂടെ ദേവാലയത്തിൽ വ്യാപരിക്കുകയാണ്. ഒരു നാൾ ബാലനായ സാമുവേൽ കിടന്നുറങ്ങുമ്പോൾ ദൈവം വന്നു. സാമുവേൽ, സാമുവേൽ, സാമുവേൽ എന്ന് പറഞ്ഞ് ദൈവം സാമുവേലിനെ വിളിച്ചുണർത്തി. അതിനുശേഷം സാമുവേലിൻ്റെ കാതുകളിൽ ദൈവം സാമുവേലിൻ്റെ കാതുകളിൽ പറഞ്ഞു കൊടുത്തത് 1 സാമുവേൽ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.
ഏലി കുടുംബം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇസ്രായേൽ ജനത്തെ 40 വർഷമായി നയിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന കുടുംബമാണ് ഏലി കുടുംബം. 40 വർഷത്തോളം ന്യായപാലനം നടത്തിയ കുടുംബം, 40 വർഷത്തോളം കർത്താവിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ നിന്ന കുടുംബം. ആ കുടുംബത്തിൻ്റെ പാപത്തിന് ബലികളും കാഴ്ചകളും പരിഹാരമാവുകയില്ല എന്ന് കർത്താവ് വലിയ വ്യതയോടും ഭാരത്തോടും കൂടി ബാലനായ സാമുവേലിന്റെ കാതുകളിൽ വന്ന് കേൾപ്പിച്ച്, വീണ്ടും വിശുദ്ധ ലിഖിതത്തിൽ 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം നിന്റെയും നിന്റെ പിതൃകുടുംബത്തിൻ്റെയും ശക്തി ഞാൻ ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ അസ്വസ്ഥരും അസൂയാലുക്കളുമാകും. പക്ഷേ നിന്റെ കുടുംബത്തിൽ പ്രായം ചെന്നവരായി മേലിൽ ആരും ഉണ്ടായിരിക്കുകയില്ല. നിന്റെ സന്താനങ്ങൾ വാളിനിരയാകും. നിന്റെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഒരേ ദിവസം മരിക്കും. ഇത് ഏലി പുരോഹിതനോട് ദൈവം നേരിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കരുണയില്ലാത്ത വാക്കുകളാണ് ദൈവം 40 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന ഏലി പുരോഹിതനോട് പറയുന്നത്. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതം 1 സാമുവേൽ 2:17. അതിൻ്റെ കാരണം ഇതാണ്: ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. എന്തോ ഒരു വലിയ പാപം ഏലിയുടെ പുത്രന്മാർക്കുണ്ടായിരുന്നു. അത് അത്രയ്ക്കും ഗുരുതരമായിരുന്നത് കൊണ്ടാണ് ആ കുടുംബം മുഴുവനും ഇതുപോലെ ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടത്. എന്തായിരുന്നു ഏലി പുത്രന്മാരുടെ ഈ ഗൗരവമേറിയ പാപം? അതാണ് 1 സാമുവേൽ 2-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ സമാപന ഭാഗങ്ങൾ. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. കർത്താവിനുള്ള കാര്യങ്ങളെ അത്ര അശ്രദ്ധയോടെയാണ് അവർ വീക്ഷിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനുള്ള പ്രാർത്ഥന, കർത്താവിനുള്ള ബലിയർപ്പണം, കർത്താവിനുള്ള ബഹുമാനം, കർത്താവിൻ്റെ നാമത്തുള്ള സ്നേഹം, ദൈവിക കാര്യങ്ങൾ, ദൈവഭക്തി, ഇതിനെ നിസ്സാരവൽക്കരിക്കരുതേ. ദൈവത്തെയോ ദൈവിക കാര്യങ്ങളെയോ ദൈവിക ശുശ്രൂഷകളെയോ നിസ്സാരവൽക്കരിക്കരുത്. കാരണം അത് അത്ര ഗൗരവമേറിയ തിന്മയായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. സന്ധ്യാപ്രാർത്ഥന നടക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകരുത്. നീ നിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം നീ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടണം. ബലിയർപ്പണം നടക്കുന്ന സമയത്ത് നീ നിന്റെ ഇടവക ദേവാലയത്തിൽ ഞായറാഴ്ച തോറും നീ ഹാജരാകണം. ഇടവക ദേവാലയത്തിൽ ബലിയർപ്പണം നടക്കുമ്പോൾ മകനെ മകളെ നീ തോന്നിവാസത്തിന് വേണ്ടി സിനിമയ്ക്കും കൂത്താട്ടത്തിനും പോകരുതേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ കാര്യങ്ങള്, ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ, ദൈവത്തിൻ്റെ നാമം ആരും നിസ്സാരവൽക്കരിക്കരുത്. വർഷങ്ങളുടെ തഴക്കമുള്ളത് കൊണ്ട് കർത്താവിൻ്റെ നേതാക്കന്മാർ, കർത്താവിൻ്റെ ജനത്തിൻ്റെ നേതാക്കന്മാർ കർത്താവിൻ്റെ ശുശ്രൂഷകൾ നിസ്സാരതയോടെ ചെയ്യരുതേ. കർത്താവിൻ്റെ ശുശ്രൂഷ, കർത്താവിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ, കർത്താവ് തെരഞ്ഞെടുത്തവർ കർത്താവിൻ്റെ ശുശ്രൂഷ ഭയത്തോടും വിറയലോടും കൂടെ ചെയ്യട്ടെ. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ: ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് ക്ഷണത്തിൽ നശിക്കുകയും ചെയ്യും. മോശയുടെയും അഹ്റോന്റെയും ജീവിതത്തിൽ അതുണ്ടായി. ഏലി പുരോഹിതന്റെ ജീവിതത്തിൽ അതുണ്ടായി. സാവൂളിന്റെ ജീവിതത്തിൽ അതുണ്ടായി. ഗേഹസിയുടെ ജീവിതത്തിൽ അതുണ്ടായി. ഒരുപാട് ദൈവ മക്കളുടെ ജീവിതം ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം തകർന്ന് തരിപ്പണമായത് ദൈവിക കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ചത് കൊണ്ട് തന്നെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മുടെ പൂർവികർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള
ആത്മീയ ജീവിത രീതികളെ നിസ്സാരവൽക്കരിക്കരുത്. നോമ്പും വ്രതങ്ങളും സമയാസമയങ്ങളിൽ എടുക്കേണ്ട ഉപവാസങ്ങളും പ്രിയപ്പെട്ട ദൈവമക്കളെ നാം കൃത്യമായും നിഷ്ഠയോടുകൂടെ അനുഷ്ഠിക്കണമെന്ന് തന്നെയാണ് തിരുസഭ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കടമുള്ള ദിവസങ്ങളും കടമുള്ള മണിക്കൂറുകളും അത് ദൈവികമായി തന്നെ ചെലവഴിക്കണമെന്ന് ദൈവത്തിന്റെ ഭവനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. കർത്താവിന് ജനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തീഷ്ണതയോടെ നേതൃത്വം കൊടുക്കണമെന്നല്ലേ ദൈവത്തിന്റെ വചനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് വന്ന് പറയുന്നൊരു വചനം 2 സാമുവേൽ 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയയുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയയുടെ ഭാര്യയുമായി നീ പാപം ചെയ്തതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. നീ സന്ധ്യാപ്രാർത്ഥന സമയത്ത് സന്ധ്യാപ്രാർത്ഥന നിരസിച്ച് നീ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ, മദ്യപിക്കാൻ വേണ്ടി പോകുമ്പോൾ, കൂട്ടുകൂടി കൂത്താടാൻ വേണ്ടി പോകുമ്പോൾ നീ ഇതേ പാപം തന്നെയല്ലേ ചെയ്തു കൂട്ടുന്നത്? ദൈവിക ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് നീ ദൈവിക ശുശ്രൂഷകളിൽ തീഷ്ണതയോടെ പങ്കുചേരേണ്ടതിന് പകരം ഇന്റർനെറ്റിലും അതുപോലെ തന്നെ മറ്റു കൂട്ടുകെട്ടുകളിലും മറ്റ് അഴുക്ക് കാര്യങ്ങളിലും വ്യാപരിച്ച് നീ നിന്റെ സമയം പാഴാക്കുമ്പോൾ ഇതേ പാപത്തിൽ തന്നെയല്ലേ നീ നിബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട പൈതലേ, നിന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത കാര്യം നീ തീഷ്ണതയോടെ ചെയ്യണം. നീ വലിയ ആവേശത്തോടെ ചെയ്യണം. നീ ദൈവഭയത്തോടെ ചെയ്യണം. നീ എളിമയോടെ ചെയ്യണം. നീ വിശുദ്ധിയോടെ ചെയ്യണം. നീ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്ന വണ്ണം നീ 24 മണിക്കൂറും കർത്താവിന്റെ സന്നിധിയിൽ ഭയഭക്തിയോടെ നിലകൊള്ളണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോരുത്തരുടെ ജീവിതാന്തസ്സിനനുസരിച്ച് അൽമായ നേതാക്കന്മാർ, യുവജന നേതൃത്വ നിരയിലുള്ളവർ, സന്യാസ ഭവനങ്ങളിലെ സിസ്റ്റേഴ്സ്, വൈദികർ, ഓരോ തിരുസഭയുടെ ഓരോ ജീവിതാന്തസ്സിൽപ്പെട്ടവർക്ക് ദൈവം അവരവരുടെ ജീവിതാന്തസ്സിനനുസരിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന അന്തസ്സോടുകൂടെ കർത്താവിൻ്റെ പരിശുദ്ധിയെ വെളിപ്പെടുത്താൻ തക്കവണ്ണം കർത്താവിന് മുമ്പിൽ ഭയഭക്തികളോടെ നിന്ന് കർത്താവിന് സാക്ഷിയാകുവാൻ പരിശുദ്ധാത്മാവ് വിളിച്ചുണർത്തിയ ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളെന്ന് മറക്കരുത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ നില മറന്ന് ഞങ്ങൾക്ക് തോന്നിയതുപോലെ ശുശ്രൂഷ ചെയ്ത കാലങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും അവിടുന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളിൽ നിന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന ഫലങ്ങളും പുറപ്പെടുവിക്കാതെ ഞങ്ങൾക്ക് തോന്നിയതുപോലെയും ഞങ്ങൾക്ക് പറ്റിയതുപോലെയും ഓരോ ആത്മീയ കാര്യങ്ങൾ വന്നതുപോലെ ചെയ്ത് കടന്നുപോയി. ദൈവമേ, സഭയുടെ ക്ഷീണം അങ്ങ് കാണണമേ. ദൈവജനത്തിൻ്റെ ക്ഷീണം അങ്ങ് കാണണമേ. വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ദൈവിക ആരാധനയുടെ മേഖലകളിൽ ഉണർവോടെ വ്യാപരിപ്പാൻ തക്കവണ്ണം താഴെ മുതൽ മുകൾ വരെ സഭ മുഴുവൻ്റെ മേലും വലിയ ഉണർവിൻ്റെ അഭിഷേകം ചൊരിയണമേ. ദൈവിക കാര്യങ്ങളെ നിസ്സാരമായി കാണുന്ന, പ്രാർത്ഥനയെ നിസ്സാരമായി കാണുന്ന, ദൈവഭക്തിയെ നിസ്സാരമായി കാണുന്ന, ദൈവിക ശുശ്രൂഷകളെ നിസ്സാരമായി കാണുന്ന, ദൈവവചനത്തെ നിസ്സാരമായി കാണുന്ന, കൂദാശകളെ നിസ്സാരമായി കാണുന്ന ആ ആത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ദൈവഭയത്തിൻ്റെയും ഉണർവിൻ്റെയും തീഷ്ണതയുടെയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് തീഷ്ണതയുടെ ആത്മാവ് നിറയട്ടെ. കുടുംബങ്ങളിലേക്ക് തീഷ്ണതയുടെ ആത്മാവ് നിറയട്ടെ. സമൂഹങ്ങളിലേക്ക് തീഷ്ണതയുടെ ആത്മാവ് നിറയട്ടെ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിപ്പിക്കാൻ തക്കവണ്ണം തീഷ്ണതയുടെ ആത്മാവ് സകല ഹൃദയങ്ങളുടെ മേലും പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകം 86-ാം അധ്യായം 11-ാം വാക്യം. കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ദൈവിക കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ദൈവിക കാര്യങ്ങളെ ഏകാഗ്ര ചിത്തതയോടും വലിയ അഭിമാനത്തോടും കൂടെ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ആശ്രയിച്ച് തീഷ്ണതയോടെ ചെയ്യാനുള്ള അനുഗ്രഹം ദൈവം ദാനമായി നമ്മുടെ മേൽ ചൊരിയട്ടെ. ഒരുപാട് കാലങ്ങളിൽ പ്രാർത്ഥനകളിൽ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ അത് തടക്കം വഴി അതിൻ്റെ ബഹുമാനം നഷ്ടപ്പെട്ട് അത് തോന്നിയതുപോലെ ചെയ്താൽ മതി എന്ന് ചിന്തിക്കാൻ തക്കവിധം മനസ്സിൽ ഏതെങ്കിലും അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അപജയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവഹിച്ച് വലിയ ഉണർവ് ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ 2 കാര്യങ്ങൾ ഉയർത്തുക. ആത്മീയ ജീവിതത്തിൻ്റെ അപജയ മേഖലകളെ ഓർക്കുക. ആ മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. 2 കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ യേശുവിനെ വിളിക്കുക. യേശു ക്രിസ്തുവിൽ നിന്ന് അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. തലമുറകളായി വന്നിട്ടുള്ള കെട്ടുകൾ അഴിയുന്ന സമയമാണിത്. തലമുറകളായി വന്നുള്ള ബന്ധനങ്ങൾ വിടുതൽ പ്രാപിക്കുന്ന സമയമാണിത്. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവിൻ്റെ നാമത്തിൽ കോട്ടകൾ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ അമർന്നു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക പീഡകൾ നിർവീര്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തരത്തിലുള്ള നിഷേധ സ്വഭാവങ്ങളും നിർവീര്യമാകട്ടെ. മദ്യപാന പീഡ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.